ഹായ് സുന്ദരീസ്, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഓണം സ്പെഷ്യൽ വീഡിയോസിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. ആൻഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് വളരെ ഭംഗിയായിട്ട് സെറ്റ് മുണ്ട് ഉടുക്കാം എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് വളരെ ചുരുങ്ങിയ സമയത്തിൽ നല്ല നീറ്റായിട്ട് ഇത് ഉടുക്കാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ ട്രഡീഷണൽ വേ ആവണമെന്നില്ല, സോ അതൊന്ന് മനസ്സിൽ വെക്കുക. ഇവിടെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് കംഫർട്ടബിളായിട്ട് ഭംഗിയായിട്ട് ഉടുക്കാം എന്നുള്ളതാണ്. ആദ്യം തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൽ മുണ്ട് ഏതാ നേരിയത് ഏതാണെന്നുള്ളതാണ്. മുണ്ടായിട്ട് ഏതാ ഉടുക്കേണ്ടത്, സാരി പോലെ വരുന്നത് ഏതാണെന്നുള്ളതാണ്. അതിനായിട്ട് അത് രണ്ടും വെച്ച് നോക്കുമ്പോൾ നീളം കൂടിയത് ഇങ്ങനെ നോക്കുമ്പോൾ നീളമാണ്. ശരിക്കും പറഞ്ഞാൽ മുണ്ട് നേരിയതിൻ്റെ വീതിയാണിത്, പക്ഷെ നമുക്കിപ്പോൾ നീളം എന്ന് പറയാം. എനിവേസ്, അപ്പോൾ നീളം എന്നുള്ളത് ഏതാണോ കൂടുതൽ അതാണ് നമുക്ക് മുണ്ടായിട്ട് വരിക. മറ്റേതാണ് നേരിയത്. ഓക്കെ, വളരെ സിമ്പിളാണ്, ഒന്നും വേറെ മനസ്സിൽ വേണ്ട. നീളം കൂടിയതാണ് മുണ്ടായിട്ട് വരിക, നീളം കുറവുള്ളത് നേരിയതായിട്ട്, അതായത് സാരി പോലെ ഉടുക്കണത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്ലീറ്റ് എടുക്കാം. ഞൊറി എടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പലർക്കും നമുക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് കറക്റ്റ് കിട്ടണമെന്നില്ല. കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഈ നേരിയത് ഇതേപോലെ മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ആ മെഷർമെൻറ്റ് കിട്ടും എത്രയാണെന്നുള്ളത്. അവിടെ പിടിക്കുക. അവിടെ പിടിച്ചിട്ട് എന്നിട്ട് ഞെറി എടുക്കാൻ നോക്കുക. അങ്ങനെയാകുമ്പോൾ ഒറ്റ തവണ തന്നെ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റിൽ ഞെറി കിട്ടും. സാധാരണ എന്താ പറ്റുകയെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ തുടങ്ങി വന്നിട്ട് അവസാനം എത്തുമ്പോൾ കുറേ ചിലപ്പോൾ ബാക്കി ഉണ്ടാവും, ചിലപ്പോൾ ഒട്ടും ഉണ്ടാവില്ല. അങ്ങനെയാവും. ഇങ്ങനെ നമുക്ക് മടക്കിയിട്ട് ഒരു മെഷർമെൻറ്റ് കിട്ടുമല്ലോ, അവിടെ പിടിച്ചിട്ട് അങ്ങനെ പ്ലീറ്റ്സ് എടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇതേപോലെ ഒറ്റയടിക്ക് തന്നെ കിട്ടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, വളരെ എളുപ്പമുള്ള മെത്തേഡാണ്. സോ അതിനുശേഷം ഞാനിത് പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒതുക്കി കൊടുക്കാം. പക്ഷേ ഞാനിവിടെ ഒന്നും കൂടി എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കേർട്ടലിൽ ഇതേപോലെ പിൻ ചെയ്ത് വെക്കുകയാണ്. പിൻ ചെയ്ത് വെച്ചിട്ട് രണ്ട് കൈയും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒതുക്കി കൊടുക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതേപോലെ പ്ലീറ്റ്സ് എടുക്കാൻ സാധിക്കും, നീറ്റായിട്ട് കിട്ടും. ഇതിന് മുന്നേ ഞാൻ സാരി ഉടുക്കുന്ന വീഡിയോയിൽ ഇതേപോലെ പ്ലീറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് വെച്ചിട്ട് അയോൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അത് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്, പക്ഷേ വളരെ കട്ടിയുള്ള പട്ട് സാരിക്കൊക്കെ അത് അങ്ങനെ ചെയ്യണതാവും കുറച്ചുകൂടി എളുപ്പം. ഇത് വളരെ സിമ്പിളായിട്ട് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉടുക്കണതല്ലേ, അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ അധികം കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി അതെല്ലാം നിങ്ങൾക്ക് കൈ കൊണ്ട് എടുക്കണതാണ് കംഫർട്ടബിൾ വെച്ചാൽ അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. ഇത് എനിക്ക് വളരെ എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. ഇനി നമുക്ക് ഉടുക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ അണ്ടർസ്കേർട്ട് നടുവിലായിട്ടാണ് കെട്ടണത്. പക്ഷേ വളരെയധികം ടമ്മിയുള്ള കുറച്ച് വയറുള്ള ആൾക്കാരാണെങ്കിൽ നടുവിൽ കെട്ടാണ്ടിരിക്കാവും നല്ലത്. അധികം വയറില്ലെങ്കിൽ എപ്പോഴും നടുവിൽ കെട്ടുക. അങ്ങനെയാകുമ്പോൾ സൈഡിൽ ബൾജ് ചെയ്തൊന്നും നിൽക്കില്ല. ഇനി നമ്മൾ സെറ്റ് മുണ്ട് ഉടുക്കാൻ പോവാണ്. മുണ്ട് ഉടുക്കാനായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ്. പിന്നെ എഗെയിൻ അത് നമ്മുടെ താല്പര്യമാണ്. ഞാൻ കുറച്ച് നീക്കിയിട്ടാണ് ടക്കിൻ ചെയ്തിരിക്കുന്നത്, അതായത് അണ്ടർ ആംസിൻ്റെ അവിടെ നിന്നുള്ളതിനെക്കാട്ടിലും കുറച്ചും കൂടി നീങ്ങിയിട്ടാണ് ടക്കിൻ ചെയ്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മുണ്ടിൻ്റെ ഭാഗം ഇഷ്ടം പോലെ ബാക്കി വരും. എസ്പെഷ്യലി നിങ്ങൾ വണ്ണം കുറവുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നമുക്ക് മുണ്ട് ഇഷ്ടം പോലെ ബാക്കി വരും. അപ്പോൾ അത് അത്രയും ബാക്കി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് നീക്കി ടക്കിൻ ചെയ്ത് തുടങ്ങണത്. നിങ്ങൾ സാധാരണ ഒരു ബോഡി നേച്ചറിൽ ഒരാളാണെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് കംഫർട്ടബിൾ വെച്ചാൽ അവിടെ നിന്ന് ടക്കിൻ ചെയ്ത് തുടങ്ങാം. മെലിഞ്ഞ ഒരാളാണെങ്കിൽ കുറച്ചങ്ങോട്ട് നീക്കി ടക്കിൻ ചെയ്ത് തുടങ്ങണതാണ് നല്ലത്. അങ്ങനെയാകുമ്പോൾ ഏകദേശം ഇത്രയും ബാക്കി വരുള്ളൂ, അല്ലാച്ചാൽ കുറേ ബാക്കി വരും. അപ്പോൾ ഇനി നമുക്ക് ഈ ബാക്കി വരുന്നത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഏറ്റവും ആദ്യം തന്നെ ചെയ്യണത് എന്താ വെച്ചാൽ ഈ സൈഡിൽ നമ്മുടെ ബോർഡർ കഴിഞ്ഞിട്ടുള്ള ഭാഗമില്ലേ, അത് ഞാൻ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. ഇതിങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല, പക്ഷേ നല്ല രസമായിട്ട് പ്ലീറ്റ്, അതായത് നമ്മളിവിടെ ഞൊറി എടുക്കുമ്പോൾ കറക്റ്റ് നടുവിൽ ബോർഡർ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. എന്നിട്ട് ഇനി എന്താ ചെയ്യുക വെച്ചാൽ നമ്മൾ ബാക്കി വരുന്ന തുണി നമ്മൾ സാരിക്കൊക്കെ ഈ ഞൊറി എടുക്കില്ലേ, പ്ലീറ്റ്സ് എടുക്കില്ലേ, അതേപോലെ എടുത്തിട്ട് നമ്മൾ അത് ഒരു പിന്നുകൊണ്ട് സെക്യൂർ ചെയ്ത് നമുക്ക് ടക്കിൻ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ബാക്കി വരുന്ന ഭാഗം നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ കറക്റ്റ് നടുവിൽ ഈ നല്ല ഭംഗിയുള്ള ബോർഡറുകളാണല്ലോ ഉണ്ടാവുക, അത് നല്ല രസമായിട്ട് കാണുകയും ചെയ്യും. സോ ഞാനിപ്പോൾ ഇതുപോലെ പ്ലീറ്റ് എടുത്തിട്ടുണ്ട്. അതും എഗെയിൻ ഓരോരുത്തരുടെ ബോഡി നേച്ചറിനനുസരിച്ച് കുറച്ചുകൂടി വണ്ണമുള്ള ആളാണെങ്കിൽ അധികം പ്ലീറ്റ് ഉണ്ടായെന്ന് വരില്ല, ജസ്റ്റ് ഒന്നും ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ വളരെ നല്ലത്. വണ്ണം കുറവുള്ള ആൾക്കാരാണെങ്കിൽ അതുപോലെ 2 പ്ലീറ്റൊക്കെ വന്നു ഇരിക്കും. എഗെയിൻ അതുകൊണ്ട് ദോഷമൊന്നുമില്ല. അപ്പോൾ അതിനനുസരിച്ച് പ്ലീറ്റ് എടുത്തിട്ട് അവിടെ പിൻ വെച്ച് ഞാൻ സെക്യൂർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ചും കൂടി ഇറക്കത്തിൽ ഞാൻ ഒരു പിന്നും കൂടി വെച്ച് സെക്യൂർ ചെയ്യുന്നുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാണ്ടിരിക്കാനാണ്. കാരണം എനിക്ക് 2 ഞൊറി എടുത്തിട്ടുണ്ട്, 2 പ്ലീറ്റ് ഉണ്ട്. അപ്പോൾ 2 ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഇതേപോലെ മറ്റതും ബാക്കി വരുന്ന ഈ മുണ്ടെല്ലാം കംപ്ലീറ്റ്ലി നല്ലോണം അകത്തോട്ട് ടക്കിൻ ചെയ്ത് വെക്കുകയാണ്. ഉള്ളിലേക്ക് ഇങ്ങനെ ടക്കിൻ ചെയ്ത് വെക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, നന്നായി കൈ വെച്ച് നന്നായി ടക്കിൻ ചെയ്യുക.
അങ്ങനെ ആകുമ്പോഴേ അത് നല്ല വൃത്തിക്ക് അകത്തേക്ക് പോളൂ, അല്ലെങ്കിൽ വയറുള്ള പോലെ തോന്നിക്കും. അപ്പോൾ അങ്ങനെ തോന്നാണ്ടിരിക്കാൻ നല്ല വൃത്തിക്ക് ടക്കിൻ ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ സെക്യൂർ ആയിട്ട് അങ്ങനെ ഇൻടാക്റ്റ് ആയിട്ടിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങില്ല. അതിനുശേഷം നമ്മൾ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് പിൻ ചെയ്ത് വെക്കുക. നേരിയത് എടുത്തിട്ട് നമ്മൾ ഓൾറെഡി ഞൊറിഞ്ഞൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട് ഭാഗത്തൊക്കെ നന്നായിട്ട് ആ ഞൊറികളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിൻവശത്തുനിന്ന് നമ്മുടെ നേരിയതിൻ്റെ ഭാഗം വലിച്ചെടുത്തിട്ട് നമുക്ക് എഗെയിൻ ഇത് സെക്യൂർ ചെയ്യണം. നിങ്ങൾക്ക് കാണാൻ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ ബോർഡറിൻ്റെ ഇപ്പുറത്തുള്ള ഭാഗം ഒന്ന് മടക്കി വെക്കുകയാണ്. ബോർഡർ നല്ല വൃത്തിക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. എന്നിട്ട് ഞാനത് വലിച്ചിട്ട് അവിടെ ഒരു പിൻ കുത്തുകയാണ്. എനിക്ക് ശരിക്കും നന്നായി സൈഡിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇത് എല്ലാവർക്കും ഇതേപോലെ ആവണമെന്നില്ല. ഓരോരുത്തരുടെ ബോഡി നേച്ചറിന് അനുസരിച്ച് ഇത് മാറും. ഞാനിവിടെ പിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഞാൻ ഉള്ളിലേക്ക് ടക്കിൻ ചെയ്ത് വെക്കുന്നില്ല. പിൻ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി നീറ്റ് ഫിനിഷാണ്. ബാക്കിലേക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ട്രയാങ്കുലർ ഷേപ്പിൽ തന്നെ വരും. അപ്പോൾ അതും നല്ലതാണ്. അങ്ങനെയാണല്ലോ നമുക്ക് ബാക്കിൽ നല്ല ട്രയാങ്കുലർ ഷേപ്പിൽ വരണ്ടേ. അപ്പോൾ അതും നല്ല പെർഫെക്റ്റ് ആണ്. പിന്നെ ഫ്രണ്ടിൽ ഞാൻ ആ ഫസ്റ്റ് ഞൊറി സാരി പോലെ ഉടുത്തിട്ടില്ലേ നമ്മൾ, അതിൻ്റെ ഫസ്റ്റ് ഞൊറി എടുത്തിട്ട് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. എനിക്കിങ്ങനെ ഇതേപോലെ ഒന്ന് ഫ്ലാറ്റായിട്ട് അതായത് ഉള്ളിലേക്ക് ഇരിക്കണതാണ് ഇഷ്ടം. നിങ്ങൾക്കത് ഇഷ്ടമില്ലെങ്കിൽ അങ്ങനെ വിടാം. ഇനി നമ്മൾ ഞൊറിഞ്ഞിട്ട് പിൻസ് എല്ലാം ഞാൻ എടുത്തു. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാണ്ടിരിക്കാൻ ഞാൻ ഫസ്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, സാരിയുടെ ഒരു ലെയർ മാത്രം, ഒരു പ്ലീറ്റ് മാത്രം മാറ്റിയിട്ട് അതിന് ഉള്ളിൽ കൂടെ പിന്നെടുത്തിട്ട് ഇത് ഈ കാണുന്ന പോലെ കുറച്ച് മാത്രം എടുത്തിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ ഫസ്റ്റ് പ്ലീറ്റ് മാത്രം ഇങ്ങനെ പൊന്തി നിൽക്കണില്ലേ, അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ഓൾറെഡി പിൻ ചെയ്ത് വെച്ചിട്ടില്ലേ, അവിടെ നിന്ന് ഒരു പ്ലീറ്റ് മാറ്റിയിട്ട് ഇതേപോലെ പിൻ ചെയ്തെടുക്കുക. ഇവിടെ നിന്ന് പിൻ ചെയ്തെടുക്കുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ അറ്റത്തുനിന്ന് കുറച്ച് തുണി മാത്രം എടുക്കുന്നുണ്ട്. ഇങ്ങനെ ആവുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രണ്ട് ഭാഗത്തുനിന്ന് പിന്ന് കുത്തിയിട്ടുണ്ടെന്ന് കാണുകയില്ല. അതേപോലെ തന്നെ നല്ല നീറ്റായിട്ട് അതേപോലെ ഇൻടാക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. നിങ്ങൾ ഇത് ഉടുത്തിട്ട് ചാടുകൂടെ എന്ത് ചെയ്താലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല. എനിക്കറിയാം കുറേ പേർക്ക് ഇഷ്ടമല്ല ഇതേപോലെ പിന്ന് കുത്തണത്. പക്ഷേ എനിക്ക് ഇതേപോലെ പിൻ കുത്തി സെക്യൂറായി നിർത്തിയാൽ മാത്രമേ സാരി ആണെങ്കിലും സെറ്റ് മുണ്ടാണെങ്കിലും എനിക്ക് ഉടുക്കാൻ കംഫർട്ടബിൾ ആവുള്ളൂ. ഞാനിത് എൻ്റെ രീതിക്ക് കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. ഇതാണ് ശരിയെന്നോ ഇതാണ് ബെസ്റ്റ് വേ എന്ന് ഞാൻ പറയണില്ല കേട്ടോ. എനിക്കിത് നല്ലോണം വർക്കൗട്ട് ആവുന്നുണ്ട്. എനിക്കിത് ഉടുത്ത് നല്ല കംഫർട്ടബിളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് വല്ല ബെറ്റർ വേ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യൂ. സോ എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോ ഇനി വരുന്നതായിരിക്കും. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്ത് ചെറിയ ബെല്ലൈക്കനുണ്ട്, അതും ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും സെറ്റ് മുണ്ട് ഒക്കെ ഉടുത്ത് നല്ല അടിപൊളിയായിട്ട് നല്ല സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഹാപ്പി ഓണം. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.